ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി വാഗണർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഗണറിൽ മാക്സിമം സ്പേസ് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ വാഗണറിൽ വന്നിട്ടുള്ള സ്പേസിനെ കുറിച്ചാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,73,000 രൂപ മുതൽ 8,92,200 രൂപ വരെയാണ്. അപ്രോക്സിമേറ്റ് പ്രൈസാണ്. കാരണം പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ള മാരുതി സുസുക്കിയുടെ വാഗണർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരും. പ്രൈസ് റേഞ്ചിലും ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ആണ്. മാക്സിമം സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിക്കിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ സാധനങ്ങൾ മാക്സിമം നമുക്ക് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വാഹനത്തിലുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വാഹനം VXi വേരിയൻ്റ് ആണ്. 2 എൻജിൻ വേരിയൻറ്റിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഒന്ന് 3 സിലിണ്ടറിൻ്റെ 1 ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 4 സിലിണ്ടറിൻ്റെ 1.2 ലിറ്റർ എഞ്ചിനും. അപ്പോൾ ഇത് VXi 3 സിലിണ്ടറിൻ്റെ 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് ആണ് കാണുന്നത്. ഒരു പാഴ്സൽ ട്രേ കമ്പനിയുടെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. മുകളിൽ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് റിയർ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോറിൻ്റെ ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് തന്നെ ചെറിയൊരു സ്പേസ്, ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് സ്പീക്കർ അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുള്ളത്. സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ ജനറേഷനിൽ നമുക്ക് VXiയിലൊക്കെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. എന്നാൽ നമുക്ക് ലെഗ് റൂം മാക്സിമം വരുന്നുണ്ട്. ഇത് സീറ്റ് കവർ കമ്പനിയിൽ നിന്ന് വാഹനം വാങ്ങിയ ശേഷം ചെയ്തതാണ്. ആ ഒരു സീറ്റ് കവറിൻ്റെ ആ ഒരു സ്പേസ് ആണ് കാണുന്നത്. അവിടെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാം. മാക്സിമം നമുക്ക് ഹൈറ്റ്, അതായത് ഹൈറ്റുള്ള ആളുകൾക്ക് പോലും സുഖമായിട്ട് തല തട്ടാത്ത രീതിയിൽ വാഹനത്തിലേക്ക് കയറാനും, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് ഒരു വാഹനത്തിലേക്ക് നമുക്കറിയാം, ഒരു പ്രായമായ ആളുകൾക്ക് വാഹനത്തിലേക്ക് കയറുമ്പോൾ സീറ്റ് കുറച്ച് താഴെ ഹൈറ്റുള്ള വാഹനങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നടുവിന് ഒരു പ്രശ്നം വരും. അപ്പോൾ ഇത് ആ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം ഡയറക്റ്റായിട്ട് ഇരിക്കാം, കാലെടുത്ത് വാഹനത്തിലേക്ക് വെക്കാം. ആ ഒരു രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതിന് സെൻറ്ററിലുള്ള സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ടാഗ് ഞാൻ റിയറിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം ഇരിക്കും, ഒരു 3 ആളുകൾ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് അവിടെ വരുന്നത് കൊണ്ട് മാറ്റി പുറകിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 60%, 40% സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് വളരെ ഉപകാരമാണ്. നമുക്ക് ലഗേജ് കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് നമ്മൾ ലഗേജിനനുസരിച്ച് സാധനങ്ങൾ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഡിക്കിയിൽ നിന്ന് എടുക്കണമെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിയർ സീറ്റ് അറേഞ്ച്മെൻറ്റ് വളരെ മികച്ച ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലെ ഡോറിൻ്റെ അതേ ഡിസൈനിലാണ്, അതേ സ്പേസിലാണ് റിയറിലെ റൈറ്റ് സൈഡിലെ ഡോറും കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ സീറ്റിന് അടിയിലാണ് വാഹനത്തിന് ജാക്ക് കൊടുത്തിട്ടുള്ളത്. വണ്ടി ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ യൂസ് ചെയ്യുന്ന ടൂളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോ പാസഞ്ചർ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡോറിൽ പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോം ഫിനിഷാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോർ ഹാൻഡിൽ വരുന്നത്. അവിടെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്താണ്, ഷോറൂമിൽ തന്നെ ചെയ്താണ്. ലെഗ് അത്യാവശ്യം കാലൊക്കെ നീട്ടി വെക്കാൻ പാകത്തിനുള്ള സ്പേസ് അവിടെ വരുന്നുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിന് താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അതിൻ്റെ പുറകിലാണ് നമുക്ക് AC ഫിൽറ്റർ വരുന്നത്. അതിന് മുകളിലായിട്ടാണ് നമുക്ക് AC വെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എയർ ബാഗ് 2 ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. നമ്മൾ മ്യൂസിക് സിസ്റ്റം, ട്യൂഡിൻ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഔട്ട് കിട്ടുന്നൊരു പെർഫോമൻസ് തരുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ VXiയിൽ ഫ്രണ്ടിൽ മാത്രമേ സ്പീക്കർ ഉണ്ടാവുള്ളൂ. റിയറിൽ ഞാൻ 2 ഡോറിൽ എക്സ്ട്രാ ഒന്ന് ചെയ്തു. ഇത് AC അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ആ ഒരു സെൻട്രൽ കൺസോളിലായിട്ട് തന്നെ അസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും അവിടെയുണ്ട്. നമുക്കിതിൽ ഗിയർ ലിവർ വരുന്നുണ്ട്. മാനുവലാണ്, 5 ഗിയറാണ്. 5 ഗിയറും ഒന്ന് റിവേഴ്സും 6 ഗിയർ സെറ്റപ്പിലാണ് വരുന്നത്. ഒരു ചെറിയ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഭാഗമുണ്ട്. ഹെഡ് റെസ്റ്റ് ഒന്നും കമ്പനിയിൽ വരുന്നില്ല, വാഹനത്തിൽ വരുന്നില്ല.
അതിൽ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്യാം. നമുക്ക് മുകളിൽ അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, എയർ ബാഗിനൊരു വാർണിംഗ് സിമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെന്ന് വിചാരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് എയർ ബാഗ് എക്സ്പ്ലോഡ് ചെയ്യുള്ളൂ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലൊരു വിൻഷീൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ ഓട്ടോ ഫോൾഡിങ് അല്ല, പക്ഷേ നമുക്ക് ഗ്ലാസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. VXI വേരിയൻ്റ് ആണ് അതിലൊരു ആ ഓപ്ഷനെ വരുന്നുള്ളൂ. സ്റ്റിയറിംഗിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളും സെറ്റപ്പൊന്നും ഇല്ല. നമുക്ക് അവിടെ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. നമുക്കതിൽ എല്ലാ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും അവൈലബിൾ ആണ്. അവിടെ ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്, ഡ്യുവൽ എയർ ബാഗ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എക്സ്ട്രാ അതിനൊരു സ്റ്റിയറിംഗ് കവർ എക്സ്ട്രാ ചെയ്തതാണ്, കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. ഒരു 500 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോണ് ഹെല്ലയുടെ എക്സ്ട്രാ ഒന്ന് ചെയ്തതാണ്. ജെന്യൂനായിട്ട് വരുന്ന ഹോണ് നമുക്കൊരു സൗണ്ട് വളരെ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്തു, വേറൊരു എക്സ്ട്രാ ഒരു ഹോൺ ചെയ്തു. നമുക്ക് ലെഗ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം, സ്പേസ് ഉണ്ട്. നമുക്കത് റിയറിലേക്ക് മാക്സിമം വലിച്ചിട്ടാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ 4 ഡോർ പവർ വിൻഡോ ആണ്. നമുക്ക് ലോക്കും മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ക്രോം ഫിനിഷുള്ള ഒരു ഹാൻഡിലാണ്. അവിടെ ലോക്കും വന്നിട്ടുണ്ട്. അത് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെൻട്രൽ ലോക്ക് ഓൾറെഡി വണ്ടിയിൽ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നമില്ല. നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഓൾറെഡി അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമാണ്. ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ വരുന്നത് കേട്ടോ. നമ്മളെ വാഹനത്തിലെ ഫ്രണ്ടിലെ ടയറിൻ്റെ എയർ പ്രഷർ ഇത്രയാണ് കാര്യങ്ങൾ. ചേസിസ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. എയർ അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കൃത്യമായ രീതിയിലുള്ള എയർ നമ്മൾ അടിക്കണം. മാനുവലാണ്. ക്ലച്ച്, ആക്സിലറേറ്റർ, ബ്രേക്കിനെ പെടൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സ്റ്റിയറിംഗിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവറിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു വേരിയേഷൻ വരുത്താം. നമുക്ക് ISS ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫംഗ്ഷൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചൊക്കെ അവിടെ കൊടുത്തില്ല. ഫോഗ് ലാമ്പ് ഈ ഒരു വേരിയൻറ്റിൽ ഇല്ല. എക്സ്ട്രാ നമ്മൾ ഷോറൂമിൽ ചെയ്താണ്. ഹാലോജൻ തന്നെയാണ്, ജെന്യൂൻ ആക്സറീസ് ആണ്. 3000 സംതിങ് ആണ് റേറ്റ് വന്നത്. നമ്മൾ LED ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞാൽ പോകും. അപ്പോൾ ജെന്യൂൻ ആകുമ്പോൾ അത്യാവശ്യം ഒരു ലൈഫ് ലോങ് പീരീഡ് കിട്ടും, ഒരു വാറണ്ടിയും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഫ്രണ്ടിൽ ഉള്ളത്. നേരത്തെ പറഞ്ഞു അവിടെയാണ് നമുക്ക് ഈ ഒരു മാറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഫുൾ മാറ്റ് ഗം ചെയ്ത് ഒട്ടിച്ചിട്ടില്ല, പീസ് മാറ്റാണ്. അതായത് ഓരോ കമ്പനിയുടെ ഓരോ വെഹിക്കിളിനും മാനുഫാക്ചർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇറക്കുന്ന മാറ്റാണ്. അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്കർ പോലെ സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യം വരുമ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ എടുക്കാം. മറ്റേതാകുമ്പോൾ നമ്മൾ ഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം, മഴക്കാല സമയത്ത് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തുരുമ്പ് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വാഹനത്തിൽ അങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാനത് ഈ ഒരു വാഹനം വാങ്ങിയപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ഒഴിവാക്കി. അണ്ടർബോഡിലൊന്നും റെസ്റ്റ് വരാതിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഞാൻ പറഞ്ഞു എക്സ്ട്രാ ചെയ്താണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോറിലും റെയിൻ ഗാർഡിൻ്റെ ഒരു ഒട്ടിച്ചിട്ടുണ്ട്, കാരണം വെള്ളം ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ പിന്നെ വാഹനത്തിൽ എക്സ്ട്രാ വേറെ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്കിൽ കണ്ടീഷനിൽ വരുന്ന വാഹനത്തിൽ നമ്മൾ എക്സ്ട്രാ ഫോഗ് ലാമ്പ് ചെയ്തു, മാറ്റ് ചെയ്തു, പിന്നെ റിയർ ഡോറിൽ 2 സ്പീക്കറും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം സ്പേസ് ഈ ഒരു വാഹനം നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ സീറ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സീറ്റുള്ള വാഹനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു വാഹനത്തിനില്ല. അപ്പോൾ ജെന്യൂനായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള വാഹനമാണ്. നമുക്കത് എൻജിൻ റൂമിൽ നമുക്ക് ആ ഒരു സ്പേസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാവും. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്ക് വരുന്ന സമയത്ത് കൃത്യമായ ടെക്നീഷ്യന്മാർക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുസുക്കി വാഗണർ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, മാനുവൽ ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടുന്നു. 24+ മൈലേജ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഓടിച്ചാലും ഒരു 18+ കിട്ടും. ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം കേട്ടോ, അത് എടുത്ത് പറയണേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി വെഹിക്കിളാണ് മാരുതി സുസുക്കി വാഗണർ എന്ന് പറഞ്ഞാൽ. അത് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും ശരി, ഫ്യൂൽ എക്കണോമിയുടെ കാര്യത്തിലായാലും ശരി, സ്പേസിൻ്റെ കാര്യത്തിലായാലും ശരി. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.